ഈ പ്രപഞ്ചം എവിടുന്ന് വന്നു എന്ന് ചോദിക്കണം, ഞാൻ ആരാണെന്ന് ചോദിക്കണം. ഒരു ദിവസം 250 തവണ പറയുന്ന ഒരു വാക്കാണ് ഞാൻ. പറയാറില്ലേ? പറയാറില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? എന്താണ് ഈ ഞാൻ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ശരീരത്തിൽ 2 കൈയുണ്ട്, 2 കാലുണ്ട്, 2 കണ്ണുണ്ട്, ഒരു മുഖമുണ്ട്, ഇതൊക്കെ എനിക്കുണ്ട്. ഇതിൽ എന്ത് സാധനത്തെയായി ഞാൻ എന്ന് വിളിക്കുന്നത്? എന്തിനാണ് വിളിക്കുന്നത്? ഇനി ആലോചിച്ച് നോക്കണം. ഗുരു ഈ ഞാനിനെ കണ്ടെത്താൻ, ആ ആദിമഹസിനെ കണ്ടെത്താൻ ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒന്നൊന്നായിട്ട് തൊട്ടെണ്ണി എണ്ണി മാറ്റി നോക്കണം. എന്തിനെ മാറ്റി നോക്കണം? ദിവസവും നമ്മളിരുന്ന് പ്രാർത്ഥിക്കല, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്നും പാടാറില്ലേ? ഇതെന്തായി പാടുന്നത്? എന്തിനെക്കുറിച്ചാണ് ഗുരു പറയുന്നത്? എന്തിനെ തൊട്ട് എണ്ണി എണ്ണി മാറ്റുന്ന കാര്യമായി പറഞ്ഞിരിക്കുന്നത്? ഓരോ വസ്തുക്കളെ അന്വേഷിക്കണം. അതാണ് വേദാന്തം, അഥവാ ഈ ബ്രഹ്മവിദ്യയിലേക്കുള്ള പോക്ക്, അനുസന്ധാനം എന്ന് പറയുന്നത് അതാണ്. ഈ തൊട്ട് എണ്ണി എണ്ണി മാറ്റി നോക്കലാണ്. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം, ഗുരു പറയും വാസസ്സു തന്തുവിതു പഞ്ഞി ഇതാദിമൂലഭൂത പ്രഘാതം ഇതുമോർക്കുകിലി പ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. വാസസ്, നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇല്ലേ, വസ്ത്രം, വാസസ്, അതെന്തുകൊണ്ട് നിർമ്മിച്ചതാ? എന്തുകൊണ്ട് നിർമ്മിച്ചതാ? തന്തു. വാസസ് തന്തു. തന്തു എന്ന് പറഞ്ഞാൽ നൂല് അല്ലേ? ആ നൂല് എവിടുന്ന് വന്നു? ഇത് പഞ്ഞി. എവിടുന്ന് വന്നു? പഞ്ഞിയിൽ നിന്ന്. ഇനി പഞ്ഞി എവിടുന്ന് വന്നു? എവിടുന്ന് വന്നു? പരുത്തിച്ചെടിയിൽ നിന്ന്. പരുത്തിച്ചെടി എവിടുന്ന് വന്നു? എവിടുന്ന് വന്നു? ഭൂമിയിലുണ്ടായതാണ്. ഭൂമി എവിടുന്ന് വന്നു? പ്രപഞ്ചത്തിലുള്ളതാണ് അല്ലേ? പ്രപഞ്ചം എവിടുന്ന് വന്നു? എവിടുന്ന് വന്നു? നമ്മൾ പറഞ്ഞ ഈ ആദിമഹസിൽ നിന്ന് വന്നതാണ് അല്ലേ? ആ ആദിമഹസിൽ നിന്ന് വന്ന് അതിൽ നിലനിന്ന് അതിൽ നിന്ന് തിരികെ പോകുന്നു, അതിലേക്ക് തന്നെ തിരികെ പോകുന്നു. അങ്ങനെയല്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഘടന? ഇങ്ങനെ ഓരോ വസ്തുക്കളും തൊട്ട് എണ്ണി എണ്ണി മാറ്റി നോക്കിയാൽ നമ്മൾ എവിടാ ചെന്ന് നിൽക്കുക? ഈ ആദിമഹസിലാണ്. അതാണ് ഈ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണുന്ന കാര്യത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഈ തൊട്ടെണ്ണി എണ്ണി മാറ്റിയാൽ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പൊരുളുകളെല്ലാം ഒടുങ്ങിപ്പോകും. അവസാനം നിൽക്കുന്നത് എന്താ? നിന്നിടും ദൃക്ക്. ദൃശ്യങ്ങളെല്ലാം തൊട്ടെണ്ണി എണ്ണി മാറ്റി നോക്കിയാൽ അവസാനം നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ദൃക്ക്. ദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട്, അഥവാ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗോചരമായിട്ടുള്ളതെല്ലാം ദൃശ്യങ്ങൾ തന്നെയാണ്. അപ്പം ആ ദൃശ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ അവസാനം നിൽക്കുന്ന എന്താണോ അതാണ് ദൃക്ക്. അത് മനസ്സിലായാൽ നമ്മുടെ ഹൃദയം അഥവാ നമ്മുടെ ഉള്ളം ഈശ്വരനിലേക്ക് അസ്പന്ദമാകും, അഥവാ ആഴമേറുന്ന ഈശ്വരനിലേക്ക് നമ്മൾ ചേർന്ന് നമ്മൾ ഈശ്വരന് ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ഈ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെക്കുറിച്ചാണ്? ഈ ഭക്തിയെക്കുറിച്ചല്ലേ? അപ്പം ഇതിൻ്റെ പേരാണ് ഭക്തി. അപ്പം അത് ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണെന്ന് പറഞ്ഞാൽ അത് എപ്രകാരമാണ്? നമ്മൾ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ വസ്ത്രത്തെ നമ്മളിപ്പോൾ അന്വേഷിച്ചതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് ഞാൻ. എന്തിനെയാണ് ഈ ഞാൻ എന്ന് വിളിക്കുന്നതെന്ന് അന്വേഷിച്ച് നോക്കണം. ഓരോ ഇന്ദ്രിയങ്ങളെയും തൊട്ട് എണ്ണി എണ്ണി മാറ്റി നോക്കണം. എൻ്റെ കയ്യാണോ ഞാൻ എന്ന് വിളിക്കുന്നത്? കയ്യെ നമുക്ക് എൻ്റെ കയ്യെന്ന് വിളിക്കുക, അല്ലാതെ ഇതിനെ ഞാൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാല്, അതിനെയാണോ ഞാൻ എന്ന് വിളിക്കുക? ആണോ? അല്ല. പിന്നെ മനസ്സുണ്ട്, അതിനെയാണോ ഞാൻ എന്ന് വിളിക്കുക? അല്ല. എനിക്കൊരു ബുദ്ധിയുണ്ട്, ബുദ്ധിയുണ്ടോ? ഉണ്ട്. ആ ബുദ്ധിയാണോ ഞാൻ എന്ന് വിളിക്കുന്നത്? അല്ല. ഇങ്ങനെ തൊട്ട് എണ്ണി 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 മാറ്റി നോക്കിയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദ
ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആര് പറഞ്ഞതാ? ആര് പറഞ്ഞ? ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതാണ്. മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഇതൊന്നുമല്ല ഞാൻ പിന്നെ ആരാണ്? ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ശിവനാണ്, അഥവാ പരബ്രഹ്മമാണ്, അതല്ലെങ്കിൽ ഈശ്വരനാണ് ഞാൻ. ഇതല്ലേ വേദങ്ങളുടെ എല്ലാം സത്ത, ഉപനിഷത്തുകളുടെ എല്ലാം സാരം ഇതല്ലേ? അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു അല്ലേ? തത്വമസി, അത് നീയാകുന്നു. ഞാൻ ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയാൽ എൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് ഈശ്വരനാണെന്ന തത്വത്തിലേക്ക് നമ്മൾ എത്തും. അപ്പൊ പിന്നെ ഈ ശരീരബോധം നമുക്ക് ഇല്ലാതെ ആയിത്തീരും. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണെന്ന് ഋഷിവര്യന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ തത്വത്തെ സ്വാംശീകരിച്ചാൽ ഈ ജീവിതത്തെ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. എല്ലാം ഈശ്വരമയമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടാലും നമുക്കതുകൊണ്ട് വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കൽ അവിടേക്ക് തന്നെ ചെന്ന് ചേരാനുള്ളതാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. അമ്പുതിരയും തിരക്കുമിള പ്രവാഹവുമൊക്കെ ഓരമ്പുരാശിയതായടങ്ങിയൊടുങ്ങിടും പടി നിന്നിൽ നിന്ന് അമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്ന ഖിലാണ്ടവും അമ്പയാസക വർത്തമാന വിജന്മ ഷൺമുഖ പാഹിമാം. അമ്പുധി കടല് അല്ലേ? തിര, കടലിൽ നിന്ന് വരുന്ന തിര, അതിൽ നിന്ന് വരുന്ന പ്രവാഹം, ഇതൊക്കെ ജലമാണ് അല്ലേ? അപ്പൊ അത് ആ ജലത്തിലേക്ക് തന്നെ തിരികെ പോകുന്നത് പോലെ തന്നെ ഈശ്വരനിൽ നിന്ന് ഈശ്വരൻ ക്ഷണമാത്ര നേരം കൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ശരീരത്തെ നിർമ്മിക്കുന്നു. അതിനെ ആലോകന മാത്രേണ ഭരിക്കുന്ന അനുവേലം. ഗുരു വളരെ സിമ്പിളായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. തൻ്റെ കടക്കൻ നോട്ടം കൊണ്ട് ഇതിനെല്ലാം ഭരിക്കുന്നു, അതോടൊപ്പം തന്നെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു സാരം മനസ്സിലാക്കലാണ് ആത്മീയ വിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഭൗതികമായ ചിന്തയോടും ഭൗതിക വിദ്യാഭ്യാസത്തോടും ഒപ്പം നമുക്ക് ഈ ആത്മീയ വിദ്യ കൂടി കരഗതമാക്കണം എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ തൻ്റെ മൊഴിമുത്തുകളിൽ കൂടി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ, ഇപ്പം ഞാൻ പറഞ്ഞ അദ്വൈത ദീപികയും ആത്മോപദേശ ശതകവും ദൈവദശകവും ഒക്കെ ഗുരുവിൻ്റെ വേദാന്ത കൃതികളാണ്. ഈ വേദാന്ത കൃതികളിൽ പറഞ്ഞിരിക്കുന്ന അതേ സാരം തന്നെ ഗുരു തൻ്റെ സ്തോത്ര കൃതികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ നമ്മൾ